ഹലോ, എൻ്റെ ഇന്നത്തെ ഇൻസ്പിറേഷൻ കഴിഞ്ഞ ആഴ്ച നടന്ന എൻ്റെ സ്കൂളിൻ്റെ 100th ആനിവേഴ്സറി സെലിബ്രേഷനെ ബേസ് ചെയ്തിട്ടാണ്. എനിക്ക് ആ പ്രോഗ്രാമിന് പോകാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും സാധിച്ചില്ല. എന്നിരുന്നാലും ലൈവ് സ്ട്രീം ഉള്ളതുകൊണ്ട് ഫുൾ പ്രോഗ്രാം വീട്ടിലിരുന്ന് കാണാൻ സാധിച്ചു. അതിലെന്നെ ആകർഷിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ബിഗിനിങ്ങിൽ ഓർമ്മച്ചെപ്പ് എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റ് ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ പഴയ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്ത കൂട്ടത്തിൽ ഒരു ഫോട്ടോയിൽ ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ ഫ്രണ്ട്സും ഇരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടു. അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, നമ്മൾ ഇത്ര ഇന്നസെൻ്റ് ആയിരുന്നു ചെറുതിൽ, ഇത്ര ഇന്നസെൻ്റ് ആയിട്ടിരിക്കുന്നു. ആ ഫോട്ടോ കണ്ടപ്പോൾ നമ്മൾ ആ ഇന്നസെൻസ് എന്നെ അതിശയിപ്പിച്ചു. ഞാൻ ഓർത്തു, ഇപ്പോഴും നമുക്ക് ഈ ഇന്നസെൻസ് ഒക്കെ ഉണ്ടോ എന്ന്. പിന്നെ ഞാൻ മനസ്സിലാക്കി, നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഈ ഇന്നസെൻസ് ഒക്കെ നമ്മൾ എവിടെയോ നഷ്ടപ്പെടുത്തി എന്നുള്ളത്. പക്ഷേ ഇല്ല, ഞാൻ എന്നെ പെട്ടെന്ന് തിരുത്തി. അങ്ങനെ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, നമ്മൾ എവിടെയോ മിസ്പ്ലേസ് ചെയ്തതാണ്. ആ മിസ്പ്ലേസ് ചെയ്ത ഇന്നസെൻസിനെ തിരിച്ചു കൊണ്ടുവന്ന് അതേപോലെ ജീവിച്ചാൽ നമുക്ക് സമാധാനം കിട്ടുമെന്ന് ഞാൻ ആലോചിച്ചു. അത് ഡിഫിക്കൽട്ടായ ഒരു കാര്യമാണെങ്കിലും നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചാൽ തീർച്ചയായും നമുക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരൊറ്റ ഫോട്ടോ കൊണ്ട് നമ്മുടെ ചൈൽഡ്ഹുഡ് റീവിസിറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ അന്നത്തെ ഹാപ്പി മെമ്മറീസ് റീകളക്ട് ചെയ്യാനും സാധിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ സന്തോഷം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു സ്വീറ്റ് ഡിഷിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാനൊരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇനി ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. പിന്നെ ആസ് ഓൾവേസ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ ഇതിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ടി വിയിൽ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിലൊരു ഫംഗ്ഷന് വേണ്ടി ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നതിനെ പറ്റി അവർ മെൻഷൻ ചെയ്തു. അത് കേട്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി, ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. ക്യാരറ്റ് ഹൽവ പണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ എന്തായാലും ഇത് കണ്ടിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത് വളരെ നന്നായി വന്നു. വളരെ നന്നായി വന്നതുകൊണ്ട് നെക്സ്റ്റ് ടൈം എൻ്റെ ഫാമിലി ഫ്രണ്ട്സിലൂടെ വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഉണ്ടാക്കി അവർക്ക് കൊടുത്തു. അവരെല്ലാവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടെ ആഡ് ചെയ്താൽ അത് വേറൊരു ടേസ്റ്റ് ആയിട്ട് വരും. അതും നന്നായിരുന്നു. ഇത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ ഫോർ നൗ. സീ യു ലേറ്റർ. ബൈ ബൈ.